CPIM വിട്ടുവരുന്ന നേതാക്കളെ പലരെയും ഉൾക്കൊള്ളിക്കാൻ UDF നേതൃത്വം തയ്യാറാകുന്ന സാഹചര്യത്തിൽ സുരേഷ് കുറുപ്പ് അടക്കം നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാകുന്ന സാഹചര്യമാണ്. കേരളത്തിൽ ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള പാർട്ടി CPIM ആണെങ്കിലും അതിനകത്ത് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു, വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലും വളരെ വ്യക്തമായിരുന്നു. CPIMൻ്റെ വോട്ടിൻ്റെ ആധിപത്യം നോക്കുമ്പോൾ അത് കുത്തനെ ഇടിയുന്നത് പല രീതിയിലും അവരെ നാണം കെടുത്തുന്നുണ്ട്. നമുക്കറിയാം, കെ രാധാകൃഷ്ണൻ എന്ന കേരളത്തിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ മാത്രമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ 20,000-ഓളം വോട്ടുകൾക്ക് ജയിച്ചു കയറിയത്. അദ്ദേഹം ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേവലം 12,000-ആയി ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ചുരുങ്ങിയത് അവരെ ചെറുതായൊന്നുമല്ല ആദ്യ പിടിപ്പിക്കുന്നത്. പല സംഭവ വികാസങ്ങളും ഇടതുപക്ഷത്തെ മൊത്തത്തിൽ നാണം കെടുത്തുന്ന സാഹചര്യമാണ്. ഈഴവ വോട്ടുകൾ എല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ അട്ടിപ്പേർ അവകാശമാണെന്ന് വിചാരിക്കുന്നിടത്താണ് വലിയ രീതിയിൽ തെറ്റ് സംഭവിക്കുന്നത്. ക്രൈസ്തവർ വലിയ തോതിൽ കോൺഗ്രസിനെ കൈവിടുന്നുണ്ടോ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ട കാര്യമാണെങ്കിലും ഇടതുപക്ഷം അവരുടെ അടിത്തറ ഭദ്രമാക്കിക്കൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. നിരവധിയായ ജില്ലാ സമ്മേളനങ്ങളിൽ വിമത നീക്കങ്ങൾ അതിശക്തമായി ഉയരുന്നത് അതിൻ്റെ ഒരു കാരണമായി തന്നെയാണ് പറയുന്നത്. കോട്ടയം ജില്ലയിൽ CPIMന് ശോചനീയ അവസ്ഥയാണ്. ഏറ്റുമാനൂർ എന്ന നിയോജക മണ്ഡലത്തിൽ 2 തവണ സുരേഷ് കുറുപ്പ് വ്യക്തിപ്രഭാവം കൊണ്ട് വിജയിച്ച മണ്ഡലത്തിലാണ് അതിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ കൊയ്യാൻ അവിടുത്തെ ജില്ലയിലെ പ്രധാനപ്പെട്ട മേധാവി എന്ന രീതിയിൽ ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന EN വാസവൻ ഇപ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതും മന്ത്രിയായതും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരേഷ് കുറുപ്പിനെ വല്ലാതെ വിഷമത്തിലാക്കിയിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിനെ പോലൊരു സീനിയർ നേതാവിനെ പരിഗണിച്ചില്ല, മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എന്നുള്ളത് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. പാർലമെൻ്ററി രംഗത്ത് ശോഭിച്ച വ്യക്തി എന്ന രീതിയിലും ഒക്കെ എടുത്തു പറയേണ്ട ആളാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹത്തിനെയാണ് CPIM TP ചന്ദ്രശേഖരൻ വിഷയവുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കളെ ശക്തമായി വിമർശിച്ചപ്പോൾ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തിയത്. എന്നാൽ CPIMലെ പല നേതാക്കളും VS അച്യുതാനന്ദൻ്റെ മരണത്തോട് ശേഷം, അതായത് VSൻ്റെ മരണം അതിനുശേഷമുള്ള ഏട് എന്ന് പറയുന്നത് പിണറായിയെ ശക്തമായി പരസ്യമായി വിമർശിക്കാൻ പലരും ധൈര്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഇതൊരു പ്രത്യേകതരം ട്വിസ്റ്റായി തന്നെയാണ് പാർട്ടി നേതാക്കൾ കരുതുന്നത്. പ്രത്യേകിച്ചും പിരപ്പൻകോട് മുരളി ഉൾപ്പെടെയുള്ളവർ CPIM വിട്ടുപോയിട്ട് കുറേയധികം കാലമായി. എന്നാൽ അദ്ദേഹം ഇത്രയും ശക്തമായ രീതിയിൽ വിമർശിക്കുമ്പോൾ പാർട്ടിയിലുള്ള നേതാക്കൾ ഏറ്റുപറയുന്നത് ഇതാദ്യമായിട്ടാണ്. CPIMൻ്റെ സൈബർ പോരാളികൾ വലിയ തോതിൽ സാധാരണയായി പാർട്ടിക്ക് എതിരഭിപ്രായം പറയുന്നവരെ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും ആ രീതിയിൽ ഏശുന്നില്ല എന്നുള്ളത് പിണറായിക്കെതിരെ സ്വന്തം പാർട്ടിയിൽ ശക്തമായി പ്രതിഫലിക്കുന്ന പിണറായി വിരോധം തന്നെയാണ്. അത് മുഹമ്മദ് റിയാസിനും നല്ല പോലെ ഏക്കും എന്നുള്ളതിനും സംശയമൊന്നും വേണ്ട.